ഗുഡ് മോർണിംഗ് മുതലാളി. എന്ത് വേണം? വേണുഗോപാൽജി, പാക്കിംഗ് സെക്ഷൻ, സസ്പെൻഷൻ, വയലിൻ. അതിന് ഞാനെന്ത് വേണം? 2 ദിവസം കഴിഞ്ഞ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്നും വരുമായിരുന്നു, സാറിനെ കാണുമായിരുന്നു. മോക്കറിയാം, സാറ് ബിസി ആയതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ജോലിയില്ലാതെ കഷ്ടത്തിലാണ് മുതലാളി. ചുമ്മാ പറഞ്ഞു വിട്ടല്ലോ, അണിയുണ്ടാക്കിയിട്ടില്ലേ? അതെ, അതന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഒരു കൈപ്പഴ പറ്റിപ്പോയി. സൂപ്പർവൈസറെ തല്ലുന്നതാണോ കൈപ്പഴ? ഒരു തവണത്തേക്ക്. തനിക്കൊന്നും പറഞ്ഞിട്ടുള്ള ഡിസിപ്ലിനുള്ള ജോലി ഒരു കാരണവശാലും തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അയ്യോ സാർ, മുതലാളി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. 3 തവണ എനിക്ക് ഗുഡ് സർവീസ് സെന്റർ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കണം. 9 മണി എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്ടറിലെത്തും സാർ. മുതലാളി. ഗുഡ് മോർണിംഗ് ജോബ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോബ് സാർ. താൻ ഗാനമേളയ്ക്ക് വരുന്നോ ജോലി ചെയ്യാൻ വരുന്നോ? ജോബ് സാറെ, ഞാൻ എന്റെ ജോബ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ജോബ് സാറിന് അറിയാമല്ലോ. മേലിലൂടെ വരുമ്പോ താൻ ഈ വയലിനും കൊണ്ടുവരുത്. വിശ്രമ വേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി എഴുതി വെച്ചിട്ടില്ലേ? സാറിന്റെ പേര് ജോബ് എന്നാണേലും ഞങ്ങൾക്ക് ജോബ് എന്ന മുതലാളിയല്ലേ. ജോബ് സമയത്ത് ഞങ്ങളെ ഭരിച്ചാൽ മതി ജോബ് സാറേ. ജോബ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എന്ത് ജോബ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ജോബ് സാറേ. ഗുഡ് മോർണിംഗ് ജോബ് സാർ. കയറി പോടോ. ചോറ്റുപാത്രവും വയലിനും എന്റെ കബോർഡിലാണ് ഞാൻ വെക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട മുതലാളി. എടാ, ഇനി നീ വയലിൻ വായിക്കുന്ന എനിക്ക് കാണണോടാ എന്ന് പറഞ്ഞ് വലിച്ചൊരേറ്. എന്റെ ചങ്ക് പൊട്ടിപ്പോയി സാർ. മരിച്ചുപോയ എന്റെ അച്ഛനെ വലിച്ചെറിയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പോക്കൃത്തരല്ലടോ താൻ ഈ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാരും കേക്ക് എന്റെ അച്ഛനെ 10 മണിച്ച് തെറി. പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല സാർ.